ഒരു ഗർഭിണിയായ സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ കരുതലും സ്നേഹവും ആവോളം വേണം. കാരണം വല്ലാത്തൊരു മാനസിക പിരിമുറുക്കവും വേദനയും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. എന്നാൽ ഗർഭാവസ്ഥയിൽ പോലും ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനവും മാനസിക പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു യുവതിയുണ്ട്, പാലക്കാട് കരിമ്പയിൽ. കടുത്ത മദ്യപാനിയായ ഭർത്താവ് നിഖിൽ 2 മക്കളുടെയും ഭാര്യയുടെയും കാര്യങ്ങൾ പോലും തിരക്കാറില്ല. രാത്രി മദ്യപിച്ചെത്തി മർദ്ദിക്കുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംശയത്തിൻ്റെ പേരിൽ നിഖിലും ഗർഭിണിയായ സജിതയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. അത് അരുംകൊലയിലാണ് കലാശിച്ചത്. സംഭവത്തിന് ശേഷം മക്കളുമായി നാടുവിട്ട പ്രതിയെ സേലത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെയാണ് സജിതയുടെ മൃതദേഹം വീട്ടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ നാട്ടുകാർ കണ്ടത്. ഭർത്താവ് നിഖിലിനെയും 2 മക്കളെയും കാണാനില്ലായിരുന്നു. ശനിയാഴ്ച രാത്രി കരിമ്പയിലുള്ള വീട്ടിൽ നിന്ന് ബഹളം കേട്ടിരുന്നതായി സമീപവാസികൾ പറയുന്നു. 7 മാസം ഗർഭിണിയായ സജിതയെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം നിഖിൽ 2 കുട്ടികളെയും കൊണ്ട് സേലത്തേക്ക് ഒളിച്ചു കടക്കുകയായിരുന്നു. തമിഴ്നാട് പോലീസിന്റെ പിടിയിലായ പ്രതിയെ കല്ലടിക്കോട് പോലീസിന് കൈമാറി. ഞായറാഴ്ച രാത്രിയോടെ നിഖിലിനെ പാലക്കാട്ടെത്തിച്ചു. പ്രതിയെ കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മദ്യലഹരിയിലാണ് സജിതയെ കൊലപ്പെടുത്തിയതെന്നാണ് നിഖിൽ പോലീസിന് നൽകിയ മൊഴി. മദ്യപിച്ചെത്തുന്ന നിഖിൽ സ്ഥിരമായി സജിതയെ ആക്രമിക്കാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. നിഖിൽ ഭാര്യയെയും കുട്ടികളെയും ശ്രദ്ധിക്കാതെ മദ്യപിച്ച് നടക്കുകയായിരുന്നു. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയായിരുന്നു സജിത. ഗർഭിണിയായതിനെ തുടർന്ന് ജോലി ഒഴിവാക്കുകയായിരുന്നു. കടുത്ത സംശയരോഗമാണ് നിഖിലിനെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ മണ്ണാർക്കാട് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്.